പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വ്യാഴാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ഭാരതീയ ശാസ്ത്ര പൈതൃകത്തെക്കുറിച്ചാണ്, സാങ്കേതിക പൈതൃകവും അതിനകത്ത് പെടുത്തിയിട്ടുണ്ട്. വളരെയധികം ലിറ്ററേച്ചർ പുസ്തകങ്ങൾ ഈ വിഷയത്തിലുണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ ഇരുമ്പ് വിവരിച്ചു, കോപ്പർ വിവരിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് വിവരിക്കാനുള്ളത് സിങ്ക് എന്ന മെറ്റലാണ്. സിങ്ക് ഏറ്റവും ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ഒരു മെറ്റലാണ് സിങ്ക്. ശരിക്കും പറഞ്ഞാൽ അത് കണ്ടുപിടിച്ചതും ഉണ്ടാക്കിയതും എല്ലാം ഇന്ത്യക്കാരാണ്, എല്ലാം ചെയ്ത് ഇന്ത്യക്കാരാണ്. സിങ്കിന്റെ പ്രത്യേകത എന്താണ്? ഇന്നും ആ പ്രത്യേകത നിലനിൽക്കുന്നു. അത് മാത്രമാണ് പെട്ടെന്ന് ആവിയായി പോകുന്ന സോളിഡ് മെറ്റല്, ഖരരൂപത്തിലുള്ള മെറ്റല് പെട്ടെന്ന് ആവിയായി പോകും. മെർക്കുറി എന്ന മെറ്റലും ആവിയാവും, പക്ഷേ അത് ലിക്വിഡ് മെറ്റലാണ്. പക്ഷെ സിങ്ക് സോളിഡ് മെറ്റലാണ്, അത് ആവിയായി പോകും. അതുകൊണ്ട് സിങ്ക് മെറ്റൽ ഉണ്ടാക്കുമ്പോൾ വളരെയധികം അനുഗ്രഹീതമായ ഒരു പ്രത്യേകതയുണ്ട്, തത്തുല്യമായ പ്രശ്നമുണ്ട്. അനുഗ്രഹീതമായ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിങ്കൈറ്റ് ഓർ മിനറലുകളെല്ലാം പതുക്കെ പതുക്കെ ഹീറ്റ് ചെയ്ത് ഓക്സൈഡ് ആക്കി മാറ്റി പിന്നെ കാർബണും ചേർത്ത് റെഡ്യൂസ് ചെയ്ത് സിങ്കിനെ ആവിയാക്കി എടുക്കാം. വളരെ എളുപ്പമാണ്, ശുദ്ധമായിട്ടുള്ള സിങ്ക് കിട്ടും. പക്ഷെ ആ ടെമ്പറേച്ചറിൽ സിങ്ക് ചൂടാക്കുമ്പോൾ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് ചേർന്ന് സിങ്ക് ഓക്സൈഡ് ആയി മാറും. അത് പൊടിഞ്ഞിരിക്കും, പൊടിപൊടിയായിട്ടിരിക്കും. അപ്പൊ യഥാർത്ഥത്തില് സിങ്ക് എക്സ്ട്രാക്ട് ചെയ്യുന്നത് മറ്റ് ഒരു മെറ്റല് എക്സ്ട്രാക്ട് ചെയ്യുന്ന മാതിരി അല്ല, തികച്ചും വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡാണ്. രസരത്ന സമുച്ചയം എന്ന പുസ്തകത്തിൽ അതേ പേരുള്ള 2-3 പുസ്തകങ്ങളുണ്ട്. 8-ാം നൂറ്റാണ്ടിൽ എഴുതിയ പുസ്തകമുണ്ട്, 12-ാം നൂറ്റാണ്ടില്, 13-ാം നൂറ്റാണ്ടിൽ എഴുതിയ പുസ്തകമുണ്ട്. ഒരേ പേരുള്ള പല പുസ്തകങ്ങൾ. അതില് നാഗാർജുനൻ എഴുതിയ രസരത്ന സമുച്ചയത്തിലെ സിങ്കിനെ കുറിച്ച് പറയുന്നത് വൃന്ദാക മൂഷ എന്നൊരു മൂഷയാണ്. മൂഷ എന്ന് വെച്ച് കഴിഞ്ഞാല് റിട്ടോർട്ട് KILN, കിൽൻ, അങ്ങനെ ഉപയോഗിക്കാം. പ്രത്യേക തരത്തിലുള്ള ഫർണസ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. മൂഷ എന്ന് മലയാളത്തിൽ പറയുന്നത് സംസ്കൃതത്തിലെ മൂഷ എന്ന വാക്കിൽ നിന്നാണ്. മൂഷ എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം എന്താണ്? അപദ്രവ്യങ്ങള്, ഇംപ്യൂരിറ്റീസ് മാറ്റി ശുദ്ധീകരിക്കുന്ന പ്രക്രിയക്ക് പറയുന്നതാണ് മുഷ്ണേതി എന്നുള്ള വാക്ക്. ഇംപ്യൂരിറ്റീസ് മാറ്റിയിട്ട് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഉഷ്ണേതി എന്ന വാക്ക്. അതിൽ നിന്നാണ് മൂഷ ഉണ്ടായത്. അതിൽ മലയാളത്തിൽ മൂഷയായി മാറിയത്. ആ മൂഷയില് സിങ്കിൽ നിന്നുള്ള ഇംപ്യൂരിറ്റീസ് മാറ്റിയിട്ട് സിങ്കിനെ ഇവാപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം റിട്ടോർട്ടാണ്. അതിൻ്റെ പേര് വൃന്ദാകമൂഷ. വൃന്ദാകം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? വഴുതനങ്ങ. വൃന്ദാകം, വഴുതനങ്ങ, കത്തിരിക്ക എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ കത്തിരിക്ക മാതിരിയുള്ളൊരു ഫർണസ്, അതിനകത്ത് സിങ്കൈറ്റും ഓൾസും ബാക്കി കാർബണും എല്ലാം ഇട്ട് അങ്ങനെ കുറേ റിട്ടോർട്ടുകളും ഒരു പെട്ടിക്കകത്ത് വെക്കും. പെട്ടി മാതിരിയുള്ള സംവിധാനത്തിനകത്ത് വെക്കും. ആധുനിക ശാസ്ത്രത്തിൽ ഇതിനൊരു പേരുണ്ട്, റിട്ടോർട്ട് പ്രോസസ് എന്നതിന് പറയാം. റിട്ടോർട്ട് പ്രോസസ് ഒരു 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്നതും 23 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്നതും വൃന്ദാകമൂഷയാണ്. ബാലകൃഷ്ണൻ എങ്ങനെയാ ഇതൊക്കെ ഇങ്ങനെ ബൈഹാർട്ട് അടിക്കുക? ഏൻഷ്യന്റ് ഇന്ത്യൻ മിനറൽസ് ആൻഡ് മെറ്റൽസ് എന്നൊരു പുസ്തകമുണ്ട്. ഏൻഷ്യന്റ് ഇന്ത്യൻ മിനറൽസ് ആൻഡ് മെറ്റൽസ് എന്നൊരു പുസ്തകത്തില് AK ബിശ്വാസ് ആൻഡ് BK ബിശ്വാസ് 2 പേരാണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ മെറ്റലർജി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രൊഫസർമാരാണ്.
അവരെഴുതിയ പുസ്തകത്തിൽ ഇതെല്ലാം ഉണ്ട്. പിന്നെ രസരത്ന സമുച്ചയം എന്ന പുസ്തകത്തില് ഇത് അതേപോലെ ചിത്രസഹിതം കൊടുത്തിട്ടുണ്ട്. സാൻസ്ക്രിറ്റ് വേർഷനും കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷ് വേർഷൻ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ രാജസ്ഥാനിലെ ദാരിബ മൈൻസിൽ പോയാൽ രജർ, ദിബി, ദാരിബ 3 മൈനുകളാണ് ഉള്ളത്, ഖനികൾ. അവിടെ ചെന്നാൽ 25 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സിങ്ക് എന്ന മെറ്റല് എക്സ്ട്രാക്ട് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന റിട്ടോർട്ട് ഫർണസുകൾ അതേപോലെ ഇപ്പോഴും കാണാം. 25 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണെന്ന് എങ്ങനെയാ പറഞ്ഞത്? കാർബൺ ഡേറ്റിംഗ് ടെക്നിക്ക്, C14 കാർബണാറ്റ്. പണ്ടൊരിക്കലും ഞാൻ C13 കാർബൺ എന്ന് പറയേണ്ടായി. 6 മാസം മുമ്പ് തിരുവനന്തപുരത്തെ ഒരു കോളേജിലെ കെമിസ്ട്രി പ്രൊഫസർ എന്നെ വിളിച്ചു പറഞ്ഞു, സാറ് പറയുന്നതിൽ ഒരു തെറ്റുപോലും ഉണ്ടാവരുത് എന്ന് വിചാരിച്ചു മാത്രം സാറിനെ ഞാൻ വിളിക്കുന്നത്. C13 അല്ല, C14 ഐസോട്ടോപ്പാണ് കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുക. സാർ ഒരിക്കലും ഞാൻ സാറിനെ തിരുത്താണെന്ന് ധരിക്കരുത്, സാറിന് അത്ര വിശ്വാസമുള്ളവരുണ്ടെന്ന് പറഞ്ഞതിനോട് സ്നേഹത്തോടുകൂടി വിളിച്ചു പറയുകയുണ്ടായി. വളരെ സന്തോഷം തോന്നി. ശരിക്കും പറഞ്ഞാൽ ആ പ്രൊഫസർ എന്ത് സ്നേഹത്തോടുകൂടിയാണ് വിളിച്ചു പറഞ്ഞത്. അപ്പം C14 എനിക്കറിയാമായിരുന്നു, സ്ലിപ്പ് ഓഫ് ദി ടങ്ങിൽ 13 വന്നതാണ്, ഒരിക്കലും അങ്ങനെ വരാറില്ല. പിന്നീട് ഞാൻ കേട്ടപ്പോൾ മനസ്സിലായി C14 പറയേണ്ടതിന് പകരം C13 ആണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അപ്പം C14 ഐസോട്ടോപ്പ് ഉപയോഗിച്ചാണ് കാർബൺ ഡേറ്റിംഗ് നടത്തുക. ആ കാർബൺ ഡേറ്റിംഗ് നടത്തിയതനുസരിച്ചിട്ടാണ് രാജസ്ഥാനിലെ ദാരിബ, രജർ, ദിബി മൈനുകളിൽ എല്ലാം സിങ്ക് എക്സ്ട്രാക്ട് ചെയ്തതിനെ കുറിച്ച് വിവരണം നൽകിയിരിക്കുന്നത്. ഇതേ സിങ്കിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കേൾക്കണമെന്ന് ഞാൻ നിർബന്ധപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ അറിയണമെല്ലാം. അറിയാൻ ബുദ്ധിമുട്ടാണെന്ന ധാരണ കുറച്ച് ശരിയായിരിക്കാം, മുഴുവൻ ശരിയല്ലെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത ക്ലാസ്സിലേക്ക് അടുത്ത വ്യാഴാഴ്ച നമ്മൾ വീണ്ടും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടാവും. വിനീത പ്രണാമത്തോടു കൂടി നമസ്കാരം.